Good morning. Good morning. Morning, ma'am. Morning, ma'am. Good morning, ma'am. Good morning, ma'am. Ma'am, good morning. Good morning, Okay. ma'am. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ശരി. Good morning. ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഓക്കെ, ഞാൻ ഓൺ മ്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മള് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോവാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ബ്ലഡ് ബാങ്ക് ആണ് പറഞ്ഞത് കേട്ടോ. ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മള് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചാപ്റ്ററിന്റെ പേര് ഇതാണ്, ഡയാലിസിസ് സർവീസസ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 8 ആണ് കേട്ടോ. 8ാമത്തെ ചാപ്റ്റർ ആണ് ഡയാലിസിസ് സർവീസസ്. മൊഡ്യൂൾ 3 വരുന്ന ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം ക്ലാസ്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഡയാലിസിസ് എന്ന് പറയുമ്പോ സോറി 3 എന്നാണ് ഞാൻ പറഞ്ഞത്. മൊഡ്യൂൾ 2 ആണ് കേട്ടോ. തെറ്റിപ്പോനെ, വേറെ ബാച്ചിന് മൊഡ്യൂൾ 3 എടുക്കുന്നതിന്റെ ആ ഒരു പറഞ്ഞത്. സോറി, മൊഡ്യൂൾ 2 കേട്ടോ. ഓക്കെ, മൊഡ്യൂൾ 2വിനകത്ത് വരുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ചാപ്റ്റർ നമ്പർ 8, ഡയാലിസിസ് സർവീസസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഡയാലിസിസ് എന്ന് പറയുന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും എന്താണ്, വളരെ ഫെമിലിയർ ആണ് അല്ലെ. നല്ല ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയുള്ള രോഗികൾക്കാണ് നമ്മൾ ഡയാലിസിസ് കൊടുക്കുന്നത്? ഇങ്ങനെയുള്ള രോഗികൾക്കാണ് കിഡ്നി അല്ലെ. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. അതാണ് കിഡ്നി പേഷ്യൻസ് അല്ലെ. ഓക്കെ, നല്ല മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. അഭിരാമി, അഞ്ജു, സുഷ, ഷിഫിന, ആര്യ, ഓക്കെ കറക്റ്റ് ആണ്. അനഘ, ഇന്ദുമോൾ, കിഡ്നി ശരിയാണ് കേട്ടോ. അതായത് നമുക്ക് കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ കിഡ്നി തകരാറുള്ള അബ്ദുളിനെ കണ്ടു കേട്ടോ. കിഡ്നി ജിസ, ഓക്കെ ശരി. അപ്പൊ നമുക്ക് കിഡ്നി തകരാറുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള രോഗികൾക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ചികിത്സ അല്ലെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡയാലിസിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ മനുഷ്യ ശരീരത്തില് ഒരു ജോഡി കിഡ്നിയാണ് അല്ലെ ഉള്ളത്. ഒരു ജോഡി കിഡ്നിയാണ് എന്ന് വെച്ചാൽ 2 കിഡ്നികളാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്ത് ഉള്ളത്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാല് ജീവിക്കാനായിട്ട് ഒരു കിഡ്നിയുടെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് 2 കിഡ്നി ഉണ്ട്. അപ്പൊ നമ്മുടെ ശരീരത്തില് കിഡ്നി എന്ത് ഫംഗ്ഷനാണ് നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്? എന്ത് ഫംഗ്ഷനാണ് കിഡ്നി നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്നത്? അതെ, നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെല്ലാം അതന്നെ ഫിൽറ്റർ ചെയ്യുക അല്ലെ. മാലിന്യങ്ങൾ, അതെ കറക്റ്റ് ആണ്. പ്യൂരിഫൈ ബ്ലഡ്, ഓക്കെ. വേസ്റ്റ് പ്യൂരിഫൈ, കറക്റ്റ് ആണ് കേട്ടോ. അഞ്ജു, അഭിരാമി, ദയ, ഓക്കെ കറക്റ്റ് ആണ് കേട്ടോ. എന്താണ്, നമ്മുടെ മനുഷ്യ ശരീരത്തിനകത്തുള്ള മാലിന്യങ്ങളെയെല്ലാം പുറന്തള്ളുക എന്നുള്ള ഒരു സങ്കീർണമായിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു അവയവമാണിത് കിഡ്നി എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എങ്ങനെയാണ് ഈ മാലിന്യങ്ങളെ കിഡ്നി പുറന്തള്ളുന്നത്? എങ്ങനെയാണ്? മൂത്രത്തിലൂടെയാണ് അല്ലെ, യൂറിനിലൂടെയാണ് കിഡ്നി എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന മാലിന്യങ്ങളെയൊക്കെ പുറന്തള്ളുന്നത്. എന്ന് പറഞ്ഞാല് കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന യൂറിൻ നമ്മുടെ മൂത്രവാഹിനിയിലൂടെ ഇങ്ങോട്ടേക്ക് എത്താണ്, ബ്ലാഡറിലോട്ട് എത്താണ് അല്ലെ, മൂത്രസഞ്ചിയിലോട്ട് എത്താണ്. പിന്നെ അവിടെ നിന്ന് എന്താണ്, മൂത്രനാളി വഴിയായിട്ട് ഈ പറയുന്ന വേസ്റ്റ് പുറത്തേക്ക് പുറന്തള്ളാണ് അല്ലെ, പുറത്തേക്ക് നമ്മൾ കളയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ധർമ്മമാണ് ആര് ചെയ്യുന്നത്? കിഡ്നി നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്നത്. അതുകൂടാതെ നമുക്ക് എന്ത് പറയാം, ഇങ്ങനെ മാലിന്യങ്ങൾ പുറത്തുള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ്, പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ് അല്ലെ, രക്തശുദ്ധീകരണം നടത്തുക. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ ശരീരത്തിലുള്ള ധാതു ലവണങ്ങളെ, ജലം എന്നിവയൊക്കെ നിയന്ത്രിക്കുക. ഓക്കെ, ധാതു ലവണങ്ങൾ ഉണ്ട് അല്ലെ നമ്മുടെ ശരീരത്തിനകത്ത്, സോഡിയം, പൊട്ടാസ്യം ലവണങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള ധാതു ലവണങ്ങളുടെ അളവിനെ നിയന്ത്രിക്കുക, ജലം നിയന്ത്രിക്കുക അല്ലെ, ജലത്തിന്റെ അളവൊക്കെ കൺട്രോൾ ചെയ്യുക. പിന്നെന്താണ്, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുക, നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനായിട്ട് സഹായിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള ധർമ്മങ്ങളൊക്കെയാണ് ആര് ചെയ്യുന്നത്? കിഡ്നി നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്നത്. മനസ്സിലാക്കിയിരിക്കുക, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ് അല്ലെ, രക്തശുദ്ധീകരണം നടത്തുക. അതുപോലെ തന്നെ ധാതു ലവണങ്ങള്, ജലം എന്നിവയൊക്കെ നിയന്ത്രിക്കുക. പിന്നെന്താണ്, ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ചെയ്യുക അല്ലെ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക. അപ്പൊ നമ്മുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഓർഗൻ, ഒരു അവയവമാണ് എന്തെന്ന് പറയുന്നത്, കിഡ്നി. ഓക്കെ, അപ്പോ കിഡ്നിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ.
പിന്നെ നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു രോഗാവസ്ഥകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ കിഡ്നിക്ക് എന്ത് സംഭവിക്കാം? ചിലപ്പോൾ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ ഒക്കെ കിഡ്നിക്ക് അതിന്റെ ഫംഗ്ഷൻ നിലച്ചു പോകാം, അല്ലെ, പ്രവർത്തനരഹിതമാവാം. അപ്പൊ അങ്ങനെ ഈ പ്രവർത്തനരഹിതമാവുന്ന കിഡ്നിക്ക് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ സാധിക്കാതെ വരികയാണ്. അപ്പൊ അത്തരം സന്ദർഭങ്ങളില് നമ്മൾ എന്താണ് കിഡ്നിയുടെ ഫംഗ്ഷൻ, അല്ലെ, കിഡ്നിയുടെ ധർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് ഡയാലിസിസ്. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെ, എന്താണ് ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതെന്ന് പറഞ്ഞാൽ ശരിക്കും ചുരുക്കി പറഞ്ഞ എന്താണ്, നമ്മുടെ മനുഷ്യ ശരീരത്തില് കിഡ്നി ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ എന്ത് ചെയ്യാണ്, ഈ യന്ത്രങ്ങളും ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് വളരെ അതിസൂക്ഷ്മതയോടെ ഒരു അണുവിമുക്തമായിട്ടുള്ള മുറിയില് അതീവ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഒരു പ്രക്രിയ, അല്ലെ, ഒരു പ്രോസസ്സാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡയാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡയാലിസിസ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നത്, എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നത്, പിന്നെ നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ഡയാലിസിസുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും 2 ഡയാലിസിസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. അങ്ങനെ 2 ടൈപ്പ് ഡയാലിസിസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ആ രണ്ടും നമുക്ക് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ചില പ്രത്യേകതകള്, അങ്ങനെയുള്ള കാര്യങ്ങള്, പിന്നെ ഈ ഡയാലിസിസ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റുകൾ എന്തൊക്കെ നമുക്കറിയാലോ. ഇത് ചെയ്യുമ്പോൾ അതിൻ്റെതായ സൈഡ് ഇഫക്റ്റ് നമ്മുടെ ബോഡിക്കകത്ത് ഉണ്ടായിരിക്കും, അല്ലെ. അപ്പൊ ഈ ഡയാലിസിസ് മൂലം ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇത് പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ഡയാലിസിസിനെ കുറിച്ചൊരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ, ഡയാലിസിസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വായിക്കാം കേട്ടോ. ഓക്കെ, നോക്കുക. ഇൻട്രൊഡക്ഷൻ. The kidneys are the organs that purify the blood by removing the waste and excess fluid from your body. അല്ലെ, എന്താണ് വൃക്കകള് തകരാറിലാകുന്നത്? എന്താണ് കിഡ്നി എന്ന് പറഞ്ഞാൽ? എന്താണ്? കിഡ്നീസ് ആർ ദ ഓർഗൻസ് that purify the blood by removing the waste and excess fluid from your body. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. നമ്മുടെ ശരീരത്തിൽ എന്താണ് രക്തം ശുദ്ധീകരിക്കുക. രക്തം എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? ഈ പറയുന്ന വേസ്റ്റും മറ്റു പല ഇമ്പ്യൂരിറ്റീസും അധിക ദ്രാവകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറന്തള്ളും, അല്ലെ. പുറന്തള്ളുന്ന അതിലൂടെ നമ്മുടെ രക്തത്തിനെ ശുദ്ധീകരിക്കുന്ന ഒരു ഓർഗനാണ് ഇതെന്ന് പറയുന്നത് കിഡ്നി. ഓക്കെ, നോക്കൂ. ദിസ് വേസ്റ്റ് ഈസ് സെൻഡ് ടു ദ ബ്ലാഡർ ഫോർ എലിമിനേഷൻ when you urinate. നമ്മൾ പറഞ്ഞില്ല എങ്ങനെയാണ് കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നത്? ഈ പറയുന്ന യൂറിന് മൂത്രവാഹിനി വഴി ബ്ലാഡറിലോട്ട് എത്തുന്നു. ബ്ലാഡറിൽ നിന്നും മൂത്രനാളി വഴിയായിട്ട് എന്ത് ചെയ്യാണ്? യൂറിനിലൂടെ നമ്മൾ ഈ വേസ്റ്റുകളെയൊക്കെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാണ്, അല്ലെ. ആ ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. This waste is sent to the bladder for elimination when you urinate. അല്ലെ, മൂത്രത്തിലൂടെയാണ് ഈ പറയുന്ന മാലിന്യങ്ങളെയൊക്കെ എന്ത് ചെയ്യുന്നത്? കിഡ്നി പുറന്തള്ളുന്നത്. ഓക്കെ, dialysis is a kind of treatment that removes the extra fluid and waste product from blood when the kidneys are not able to. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് ഡയാലിസിസ് എന്നാണ് അവിടെ കൊടുത്തിരുന്നത് കേട്ടോ. ഡയാലിസിസ് ഈസ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് ദാറ്റ് റിമൂവ്സ് ദ എക്സ്ട്രാ ഫ്ലൂയിഡ് ആൻഡ് വേസ്റ്റ് പ്രോഡക്റ്റ് ഫ്രം ദ ബ്ലഡ് വെൻ ദ കിഡ്നീസ് ആർ നോട്ട് ഏബിൾ ടു. അല്ലെ, വൃക്കകള് തകരാറിലാവുമ്പോൾ എന്താണ് നമ്മുടെ ശരീരത്തിലുള്ള എക്സ്ട്രാ ഫ്ലൂയിഡ്, അധിക ദ്രാവകങ്ങളും വേസ്റ്റും മറ്റ് ഇമ്പ്യൂരിറ്റീസും ഒക്കെ പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു രീതി, ഒരു പ്രൊസീജിയർ ആണ് എന്തെന്ന് പറയുന്നത് ഡയാലിസിസ്. ഓക്കെ, പിന്നെന്താണ്? The dialysis was first used effectively in the 1940s. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അതായത് 1940 കാലഘട്ടങ്ങളിലാണ് ഈ പറയുന്ന ഡയാലിസിസ് എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. ഏത് കാലഘട്ടം? 1940s കേട്ടോ. 1940 കാലഘട്ടങ്ങളിലാണ് ഈ പറയുന്ന ഡയാലിസിസ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. Okay, and it became a standard treatment for kidney failure starting in the 1970s. പിന്നീട് അങ്ങോട്ട് 1970 കാലഘട്ടമൊക്കെ ആയിക്കഴിയുമ്പോൾ കിഡ്നി ഫെയിലിയർ ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് എന്ത് മാറി? ഡയാലിസിസ് മാറി.
മനസ്സിലായോ? അപ്പൊ അത് ആ വർഷം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏത് കാലഘട്ടത്തിലാണ് ഡയാലിസിസ് ഫലപ്രദമായിട്ടും ഉപയോഗപ്പെടുത്തുന്നത്? ഏത് കാലഘട്ടത്തിലാണ്? 1940കളിലാണ് ഡയാലിസിസ് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് 1970 ഒക്കെ ആയി കഴിഞ്ഞപ്പോ കിഡ്നി ഫെയിലിയർക്ക് ഒരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് ഇത് മാറി, ഡയാലിസിസ് മാറി. ഓക്കെ. Following this, millions of patients have been benefited by this treatment. ഇന്നിപ്പോ എന്താണ്? ദശലക്ഷക്കണക്കിന് ആളുകള് ഈ പറയുന്ന ഡയാലിസിസിന്റെ ആ ഒരു പ്രയോജനം ഉപയോഗപ്പെടുത്തുന്നുണ്ട് അല്ലെ. കൂടുതൽ ആളുകളും എന്താണ്, ഇപ്പൊ നമുക്കറിയാം ഡയാലിസിസ് പേഷ്യൻസിന്റെ എണ്ണമൊക്കെ ഇപ്പൊ വർദ്ധിച്ചു വരികയാണ് അല്ലെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഡയാലിസിസിനെ പറ്റി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ കിഡ്നി എന്ന് പറയുന്ന ഓർഗനെ കുറിച്ചും എന്താണ് ഡയാലിസിസ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഏത് കാലഘട്ടത്തിലാണ് ഡയാലിസിസ് ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തത്. പക്ഷെ ചോദ്യമാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1940 കേട്ടോ. 1970 ആയി കഴിഞ്ഞപ്പോഴേക്കും അതൊരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെന്റ് ആയിട്ട് മാറുകയാണ്. ഓക്കെ. പിന്നെ കൂടുതൽ ആളുകളും, ദശലക്ഷക്കണക്കിന് ആളുകളും ഇനി എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡയാലിസിസിന്റെ പ്രയോജനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്ത എന്താണ് പറയുന്നത്? The dialysis can be done in a hospital, a dialysis center or at home. ഈ ഡയാലിസിസ് എന്ന് പറയുന്നത് നമുക്ക് ഹോസ്പിറ്റലിൽ ചെയ്യാം, അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററുകൾ ഉണ്ട് അല്ലെ. ഡയാലിസിസ് സെന്റർ അല്ലെങ്കിൽ വീടുകളിൽ ചെയ്യാം. അപ്പൊ നമ്മൾ ചിന്തിക്കും വീടുകളിൽ ചെയ്യാൻ പറ്റും. നമ്മളിനി 2 മെത്തേഡൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നമ്മൾ ഹോസ്പിറ്റലോ ഡയാലിസിസ് സെന്ററിലോ പോകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ അത്തരത്തിൽ ഡയാലിസിസ് നമുക്ക് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് സെന്ററിലോ വീടുകളിൽ വരെ നമുക്ക് ചെയ്യാനുള്ള സൗകര്യം ഇന്നത്തെ കാലത്തുണ്ട്. ഓക്കെ. അപ്പൊ നോക്കൂ, the doctor will determine which type of dialysis at the best place based on the medical condition. ഡോക്ടറാണ് തീരുമാനിക്കുന്നത് ഈ പറയുന്നതിൽ എവിടെയാണ്, ഏത് ബെസ്റ്റ് പ്ലേസ് അല്ലെ, ഏത് സ്ഥലത്താണ് ഡയാലിസിസ് ചെയ്യുന്നത്, എങ്ങനെയുള്ള ഡയാലിസിസ് ആണ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഡയാലിസിസ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പഠിക്കും, ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഏത് ടൈപ്പ് ഡയാലിസിസ് ആണ് ചെയ്യുന്നത്, അതിന് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ചെയ്താണ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, വീട്ടിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ഡയാലിസിസ് സെന്ററിലോ ഒക്കെ നമുക്ക് ചെയ്യാം. അവിടെ എവിടെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഡോക്ടറാണ്. അത് ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഡോക്ടർ അങ്ങനെ തീരുമാനിക്കുന്നത്. ഇപ്പൊ ചില പേഷ്യൻസിനെ സംബന്ധിച്ച് അവർക്ക് ഹോസ്പിറ്റലിൽ തന്നെ വന്ന് ഡയാലിസിസ് ചെയ്യുന്നതായിട്ട് വരും. മറ്റു ചിലർക്ക് ചിലപ്പോൾ വീട്ടിൽ ചെയ്യാവുന്ന സാഹചര്യമുള്ള പേഷ്യൻസ് ഉണ്ടായിരിക്കും. അത് വീട്ടിലെ സൗകര്യം കൊണ്ടല്ല, ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ ചിലപ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗികൾക്ക് വീട്ടിലും ചെയ്യാം. അപ്പൊ അത് തീരുമാനിക്കുന്നത് ആ ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചുകൊണ്ട് ഡോക്ടറാണ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ. പിന്നെന്താണ്? The length of dialysis treatment relate the body size, the amount of waste in the body and the present state of health. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ്? The length of the dialysis treatment relate body size, the amount of the waste in the body and the present state of the health. അതായത് ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് അല്ലെ, ഡ്യൂറേഷൻ ഓഫ് ദ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് പ്രധാനമായിട്ടും 3 ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. എത്ര
ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ, കാണുന്നില്ല? ഷെയർ ചെയ്തിട്ടാ. ഇപ്പോഴോ? ഇപ്പൊ കാണുന്നില്ലേ? ഓക്കെ അല്ലേ? ഇല്ലേ? കാണുന്നില്ല? സ്ക്രീൻ കാണു. ഇപ്പൊ കാണാം. ശരി 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 കേട്ടോ. പെട്ടെന്ന് കണക്ഷൻ പോയതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ശരി, അപ്പൊ നമ്മൾ എവിടെ വരെ പറഞ്ഞു നിർത്തിയത്? ഓക്കെ, ഡയാലിസിസിന്റെ അല്ലെ. The length of the dialysis treatment 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അല്ലെ. ഈ പറയുന്ന ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ഒരു ടൈം അല്ലെ, അതിന്റെ ഒരു ഡ്യൂറേഷൻ, അത് 3 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. എന്തൊക്കെയാണ് ആ 3 ഫാക്ടേഴ്സ്? ഒന്നാമത്തത് ബോഡി സൈസ് ആണ് കേട്ടോ. ബോഡി സൈസ് അതായത് ശരീരത്തിന്റെ വലുപ്പം. ഓക്കെ, ബോഡി സൈസ്. രണ്ടാമത്തെ ഫാക്ടർ എന്താണ്? ദ എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, അതായത് നമ്മുടെ ബോഡിയിലുള്ള വേസ്റ്റിന്റെ അളവ്. ഓക്കെ, ദ എമൗണ്ട് ഓഫ് ദ വേസ്റ്റ് ഇൻ ദ ബോഡി. മൂന്നാമത്തെ എന്താണ്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്, ആ ഒരു രോഗിയുടെ നിലവിലെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ്. ഈ പറയുന്ന 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ദൈർഘ്യം നമ്മൾ നിശ്ചയിക്കുന്നത്. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ബോഡി സൈസ്, രണ്ടാമത്തെ എന്താണ്? എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, മൂന്നാമത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിക്കാം കേട്ടോ, ലെങ്ത് ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എന്തൊക്കെ ഫാക്ടറുകളെ താഴെ തന്നിരിക്കുന്ന ഏത് ഫാക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിട്ട് അങ്ങനെ ചോദിക്കാം. അപ്പൊ നിങ്ങൾ ഈ 3 ഫാക്ടർ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് വൺ ബോഡി സൈസ്. നമുക്കറിയാം അല്ലെ, ശരീരത്തിന്റെ വലുപ്പം. ഇപ്പൊ അത്യാവശ്യം നല്ല ബോഡി സൈസ് ഉള്ള ഒരാളാണെന്ന് വിചാരിക്കും. അപ്പൊ അയാളുടെ ശരീരത്തില് ഫ്ലൂയിഡിന്റെ വോളിയം വളരെയധികം കൂടുതലായിരിക്കും അല്ലെ. വലിയ ബോഡി സൈസ് ഉള്ള ആളാണെങ്കിൽ സ്വാഭാവികമായിട്ട് അയാളുടെ ശരീരത്തിലുള്ള ഫ്ലൂയിഡ് വോളിയം കൂടുതലായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് കൂടുതൽ ഡയാലിസിസ് സെഷൻസ് അവിടെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? ഈ പറയുന്ന അമിതവണ്ണമൊക്കെയുള്ള ആളുകളില് ഫ്ലൂയിഡ് വോളിയം കൂടുതലായതുകൊണ്ട് തന്നെ അവർക്ക് ഡയാലിസിസ് ചെയ്യുമ്പോൾ ഒറ്റ സെഷനിൽ ചെയ്യാനൊന്നും പറ്റില്ല അല്ലെ. 2-3 ആ ഒരു സെഷൻസിന്റെ എണ്ണം നമുക്ക് കൂട്ടേണ്ടതായിട്ട് വരും. അതേസമയം ബോഡി സൈസ് കുറഞ്ഞ ഒരാളാണെങ്കിലോ അവരുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് വോളിയം കുറവായിരിക്കും. അപ്പൊ അധികം സെഷൻസ് അവർക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല. മനസ്സിലായല്ലോ? പിന്നെ രണ്ടാമത്തെ നമ്മൾ എന്താ പറഞ്ഞത്? ദ എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, ശരീരത്തിലുള്ള ആ ഒരു വേസ്റ്റിന്റെ അളവ്. അത് ഇതുപോലെ തന്നെയാണ്. വേസ്റ്റിന്റെ അളവ് കൂടുതലാണെങ്കിൽ, ഹയർ ദ ലെവൽ ഓഫ് വേസ്റ്റ് ആണെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് ഡയാലിസിസ് സെഷൻസിന്റെ എണ്ണം കൂട്ടേണ്ടതായിട്ട് വരും. സ്വാഭാവികമായിട്ടും ആ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന് ലെങ്ത് എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. അതേസമയം ലോവർ ദ വേസ്റ്റ് റേറ്റ് ആണെങ്കിലോ, വേസ്റ്റിന്റെ ലെവൽ ലോവർ ആണെങ്കിലോ, എണ്ണം മീൻസ് എമൗണ്ട് കുറവാണെങ്കിലോ, അപ്പൊ നമുക്ക് ഡയാലിസിസ് സെഷൻസ് അതിനനുസരിച്ച് കുറവായിരിക്കും. മനസ്സിലായില്ല? പിന്നെന്താണ്? പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത് അല്ലെ. നിലവിലുള്ള അവരുടെ ആ രോഗിയുടെ പ്രസന്റ് നിലവിലുള്ള ഹെൽത്ത് സ്റ്റാറ്റസ് എന്താണ്? ഇപ്പൊ കുറച്ച് സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. അവരെ സംബന്ധിച്ച് വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അധികം നമുക്ക് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ഒരുപാട് ലെങ്തില് ഒരുപാട് സെഷൻസ് ഒന്നും ആവശ്യം വരില്ല. പക്ഷെ ചില ഗുരുതരമായിട്ടുള്ള രോഗികളാണെങ്കിൽ, ഇപ്പൊ വൃക്കയുടെ പ്രവർത്തനം ഏകദേശം പൂർണ്ണമായിട്ടൊക്കെ തകരാറിലായിട്ടുള്ള അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻസിന്റെ അവസ്ഥയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് ഡയാലിസിസിന്റെ ആ ഒരു സെഷൻസ് കൂടുതലായിട്ട് ചെയ്യേണ്ടത് വരും അല്ലെ. എന്ന് പറഞ്ഞാല് ആ ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് വളരെ കൂടുതലായിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ ഇത്തരത്തില് ഒരു എന്താ പറയാ, ഡയാലിസിസ് ട്രീറ്റ്മെന്റിന്റെ ലെങ്ത് 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് ബോഡി സൈസ്, 2 എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, മൂന്നാമത്തത് പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്. ക്ലിയർ ആയല്ലോ? ഇത്രയും പോയിന്റുകളാണ് അവിടെ പഠിക്കാനുള്ളത്. നമ്മൾ ആ ഒരു പാരഗ്രാഫിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ഓർക്കുക, എന്താണ് ഡയാലിസിസ് എന്ന് മനസ്സിലാക്കി വെക്കുക. 1940 ആദ്യമായിട്ട് ഡയാലിസിസ് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തിയത്. ഡയാലിസിസ് നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിലോ ഡയാലിസിസ് സെന്ററിലോ വീടുകളിലോ ചെയ്യാം. പക്ഷെ എവിടെ ചെയ്യണം, ഏത് ടൈപ്പ് വേണം എന്നൊക്കെ ഡോക്ടർ തീരുമാനിക്കുന്നത് ആ ഒരു രോഗിയുടെ മെഡിക്കൽ കണ്ടീഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? ലെങ്ത് ഓഫ് ദ ഡയാലിസിസ് ട്രീറ്റ്മെന്റ് പ്രധാനമായിട്ടും 3 ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ബോഡി സൈസ്, എമൗണ്ട് ഓഫ് വേസ്റ്റ് ഇൻ ദ ബോഡി, ആൻഡ് ലാസ്റ്റ് വൺ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്. ക്ലിയർ ആണല്ലോ? ഓക്കെ,
അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസസ് ആണ് കേട്ടോ. അതായത് എവിടെയൊക്കെയാണ് നമ്മൾ ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നത്. ഒരു കാര്യം നമുക്കറിയാം, കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ ഡയാലിസിസ് ഉപയോഗിക്കുന്നത്. അതിന്റെ ആ ഒരു ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് കേട്ടോ. ഡയാലിസിസ് ഈസ് ബെനിഫിഷ്യൽ ഫോർ ടു ഡിഫറെന്റ് സിറ്റുവേഷൻസ്. രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തുന്നത്. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസും ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ, ക്ലിയർ ചെയ്ത് പോവുക. അപ്പൊ നോക്കാം, ഒന്നാമത്തെ എന്താണ്? ദ ഡയാലിസിസ് മേ ബി യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് who have recently lost kidney functions. ഒന്നാമത്തെ സാഹചര്യമാണ് പറയുന്നത്. എവിടെയാണ് നമുക്ക് ഡയാലിസിസ് പ്രയോജനപ്പെടുന്നത്? ഒന്നാമത്തെ സാഹചര്യം എന്താണ് പറയുന്നത്? The patients who have recently lost the kidney functions. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. റീസെന്റ്ലി എന്ന് പറയുന്ന വാക്ക് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതായത് അടുത്തിടെ ഈ പറയുന്ന പോലെ എന്താണ്, കിഡ്നി ഫെയിലിയർ വന്നിട്ടുള്ള ആളുകൾ, കിഡ്നിയുടെ ഫങ്ഷൻസ് തകരാറിലാവുക അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന രോഗികൾക്ക് നമുക്ക് എന്ത് പ്രയോജനപ്പെടുത്താം? ഡയാലിസിസ് പ്രയോജനപ്പെടുത്താം. ഇനി അതിനെ നമ്മൾ പറയാം അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്നാണ് പറയാം. എന്താണ് പറയാ? അക്യൂട്ട് റീനൽ ഫെയിലിയർ. എന്താണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാല്? the patients who have recently lost the kidney functions കേട്ടോ. അതായത് അടുത്തിടെയായിട്ട് റീസെന്റ് ആയിട്ട് കിഡ്നിയുടെ ഫങ്ഷൻസ് തകരാറിലായിട്ടുള്ള ആ ഒരു സാഹചര്യത്തിനെയാണ് നമ്മൾ അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF എന്നാണ് പറയാ കേട്ടോ. എന്താണ് പറയാ? ARF എന്നാണ് പറയാ, അക്യൂട്ട് റീനൽ ഫെയിലിയർ. അപ്പൊ ആ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം. അക്യൂട്ട് റീനൽ ഫെയിലിയർ ARF എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലുള്ളത് റീസെന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ് ആണ് മനസ്സിലാക്കണം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ സാഹചര്യം എന്താണ് പറയുന്നത്? യൂസ്ഡ് ഫോർ ദ പേഷ്യൻസ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ്. മറ്റേത് റീസെന്റ്ലി ആയിരുന്നു, ഇതെന്താണ്? പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ്. അതിന് നമ്മൾ എന്താണ് പറയാ? ക്രോണിക് ഓർ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്നാണ് പറയാ. അതായത് ശാശ്വതമായിട്ട് തന്നെ കിഡ്നിയുടെ ഫങ്ഷൻസ് തകരാറിലാക്കുക അല്ലെങ്കിൽ കിഡ്നിയുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്ന രോഗികൾ, അത്തരം സാഹചര്യത്തിനെയാണ് നമ്മൾ എന്തുള്ളത്? ക്രോണിക് ആയിട്ടുള്ളത് അല്ലെ. ക്രോണിക് ആണ്, വിട്ടുമാറാത്തതാണ്. ഇനി വേറെ ഒരു എന്താണ് ഓപ്ഷൻ അതിനകത്ത് ഇല്ല. ഓക്കെ, ക്രോണിക് അഥവാ എൻഡ് സ്റ്റേജ് റീനൽ, എൻഡ് സ്റ്റേജ് ആയി കഴിഞ്ഞു അല്ലെ. കാര്യം ഇനിയിപ്പോ നമുക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന് മാത്രമുള്ള ഓപ്ഷനേ മുന്നിലുള്ളൂ. അതല്ലാണ്ട് വേറെ അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. അതാണ് എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് പ്രയോജനപ്പെടുത്തുന്നത്? ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുന്നത്. നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF, എന്താണ് ക്രോണിക് അഥവാ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാര്യം നമ്മൾ ഇനി ARF എന്നൊക്കെ പറയുമ്പോൾ ഇനിയുള്ള ഭാഗങ്ങൾ വരുമ്പോൾ നമ്മൾ ARF അല്ലെങ്കിൽ AKI എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അതെന്താണ് ARF, എന്താണ് AKI എന്നൊക്കെ അന്നേരം കൺഫ്യൂഷൻ വരാനായിട്ട് പാടില്ല. നീട്ടി വലിച്ച് പറയണ്ടല്ലോ, ഷോർട്ടാക്കി പറഞ്ഞാൽ മതി നമുക്ക്. അപ്പൊ ARF എന്നൊക്കെയാണ് ഞാൻ പറയാം. അപ്പൊ നിങ്ങൾ എന്താണ് ARF എന്നൊന്നും ഡൗട്ട് തോന്നരുത്. അക്യൂട്ട് റീനൽ ഫെയിലിയർ ആണ് കേട്ടോ. അതായത് പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻ. അടുത്തിടെ വൃക്കയുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തകരാറിലായിട്ടുള്ള രോഗികൾ. രണ്ടാമത്തെ എന്താ നമ്മൾ പറഞ്ഞത്? ക്രോണിക് അഥവാ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയർ എന്ന് പറയും. എന്നുവെച്ചാൽ അത് ശാശ്വതമായിട്ട് പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ് ആണ്. ക്ലിയർ ആണ്? അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ട് ഡയാലിസിസ് ഉപയോഗപ്പെടുത്തുന്നത്. ഇനി അതിന്റെ തന്നെ ഒരു എക്സ്പ്ലനേഷൻ ആണ് താഴെ രണ്ട് പാരഗ്രാഫുകളിലായിട്ട് തന്നേക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം കേട്ടോ. ഒന്നാമത്തെ എന്താണ്? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അഥവാ AKI. എന്താണിത്? വേറെ എന്തെങ്കിലും ആണോ? അല്ല, ARF തന്നെയാണ് കേട്ടോ. അക്യൂട്ട് റീനൽ ഫെയിലിയർ നമ്മൾ പറഞ്ഞില്ലേ ARF, അത് തന്നെയാണ് എന്ത്? AKI എന്ന് പറയുന്നത്. രണ്ടും സെയിം ആണ് കേട്ടോ. എന്താണ്? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി AKI എന്ന് പറഞ്ഞാലും അക്യൂട്ട് റീനൽ ഫെയിലിയർ ARF എന്ന് പറഞ്ഞാലും രണ്ടും എന്ത് തന്നെയാണ്? സെയിം ആണ് കേട്ടോ. ഓക്കെ, അത് രണ്ടും വ്യത്യസ്തമല്ല, സെയിം ആണ്. എന്താണ്? എ സഡൻ എപ്പിസോഡ് ഓഫ് കിഡ്നി ഫെയിലിയർ ഓർ കിഡ്നി ഡാമേജ് കേട്ടോ. അതായത് ഈ പറയുന്ന സഡൻ പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ കിഡ്നി തകരാറുകൾ, അതിനെയാണ് നമ്മൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അഥവാ AKI എന്ന് പറയുന്നത്. സെയിം തന്നെ ARF തന്നെയാണ് കേട്ടോ. That happens within a few hours or days. അത് ശരിക്കും സംഭവിക്കുന്നത് ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ ഒക്കെ സംഭവിക്കുന്ന വൃക്ക തകരാറുകളാണ് കേട്ടോ. പിന്നെന്താണ്? AKI is normally treated in a hospital setting with intravenous fluids.
ഇൻട്രാവെനസ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇൻട്രാവെനസ് ഒക്കെ നമ്മൾ പരിചയപ്പെട്ടതാണ് അല്ലെ, ഇൻസേർട്ടഡ് ഇൻ ടു ദ വെയിൻ അല്ലെ, നേരിട്ട് നമ്മൾ വെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇത്തരത്തില് നമ്മുടെ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്ന ARF അല്ലെ, അക്യൂട്ട് റീനൽ ഫെയിലിയർ ഒക്കെ സാധാരണ ഇൻട്രാവെനസ് ഫ്ലൂയിഡ് സെറ്റിംഗ്സ് ഒക്കെ ഉള്ള ഹോസ്പിറ്റലിലാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്, നമുക്ക് പറയാൻ പറ്റില്ല. ഇൻട്രാവെനസ് ഫ്ലൂയിഡ് ഒക്കെ കയറ്റി ആ ഡീഹൈഡ്രേഷൻ ലെവല് അല്ലെങ്കിൽ ഈ പറയുന്ന ധാതു ലവണങ്ങളുടെ ഒക്കെ ഒരു ബാലൻസ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പേഷ്യന്റിനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കാര്യം എന്താണ്, അടുത്തിടെ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ളതാണ്. അതിനുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് ഡയഗ്നൈസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കിഡ്നിയുടെ പ്രവർത്തനം റിക്കവർ ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, ഇനി ക്രിട്ടിക്കൽ കേസുകളിൽ ഡയാലിസിസ് മേ ആൾസോ ബി നെസസറി ഫോർ എ ഷോർട്ട് ടൈം ടിൽ ദ കിഡ്നീസ് ഗെറ്റ് ബെറ്റർ. അപ്പൊ അതിൽ തന്നെ ഗുരുതരാവസ്ഥ വരുവാണെങ്കിൽ നമുക്ക് എന്താണ്, കിഡ്നി മെച്ചപ്പെടുന്നത് വരെ കുറച്ച് നാളത്തേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഡയാലിസിസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. പക്ഷെ നമുക്കൊരു എങ്ങനെ വേണമെങ്കിൽ പറയാം, ഈ AKA എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. റിവേഴ്സിബിൾ ആണെന്ന് പറയാൻ കാരണം വേറൊന്നുകൊണ്ടും അല്ല, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന കിഡ്നി ഫെയിലിയർ ആണ് അല്ലെ, പെട്ടെന്ന് ഉണ്ടാവുന്ന വൃക്ക തകരാറാണ്. അപ്പൊ അതിനുള്ള കാരണം കൃത്യമായിട്ട് ഡയഗ്നൈസ് ചെയ്ത് അതിനുള്ള കാരണം കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് അത് റിവേഴ്സിബിൾ ആണെന്ന് പറയുന്നത്. അവിടെ കിഡ്നി മെച്ചപ്പെടുന്നത് വരെ ചിലപ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്താണെന്നുള്ളത്? ഓക്കെ, അടുത്തതാണ് കിഡ്നി ഫെയിലിയർ കേട്ടോ. കിഡ്നി ഫെയിലിയർ അഥവാ ക്രോണിക് കിഡ്നി ഫെയിലിയർ, നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ സാഹചര്യം ഉണ്ടല്ലോ, അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ക്രോണിക് കിഡ്നി ഫെയിലിയർ അഥവാ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ. നോക്കൂ, ആസ് പെർ ദ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ, എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ happens when the kidneys are functioning at only 10 to 15% of their normal function. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിക്കുക. അതായത് നമ്മുടെ നാഷണൽ കിഡ്നി ഫൗണ്ടേഷൻ പ്രകാരം എന്താണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ അല്ലെ. എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, കിഡ്നിയുടെ നോർമൽ പ്രവർത്തനം ഏകദേശം ഒരു 10 തൊട്ട് 15% ചുരുങ്ങി പോകുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, പൂർണ്ണമായിട്ടും കിഡ്നി തകരാറിലായി എന്ന് നമ്മൾ പറയുന്നത്. ആ പെർസെന്റേജ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏകദേശം കിഡ്നിയുടെ പ്രവർത്തനം 10 to 15% ചുരുങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, കിഡ്നി ഫെയിലിയർ. പൂർണ്ണമായിട്ട് എന്തായി, കിഡ്നി തകരാറിലായി അല്ലെ, പൂർണ്ണമായിട്ട് കിഡ്നി തകരാറിലായി ഒരു അവസ്ഥ, അതായത് ക്രോണിക് കിഡ്നി ഫെയിലിയർ അഥവാ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നോക്കൂ, at this stage the kidneys will not be able to keep you alive without extra help. ആ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് വേറെ എക്സ്ട്രാ ഹെൽപ്പ് ഇല്ലാതെ കിഡ്നിക്ക് നമ്മുടെ ജീവൻ നിലനിർത്താനായിട്ട് സാധിക്കും കേട്ടോ. ദിസ് ഈസ് ആൾസോ നോൺ ആസ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് അഥവാ ESKD. അടുത്ത ഷോർട്ട് ഫോം വന്നു കേട്ടോ, ESKD. എന്താണ് എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. അപ്പൊ നമ്മൾ 3 ഷോർട്ട് ഫോംസ് പഠിച്ചുകൊണ്ട് ഇപ്പൊ തന്നെ ARF പഠിച്ചു, എന്താണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ. AKA പഠിച്ചു, എന്താണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി. അത് രണ്ടും സെയിം ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്, ESKD. ESKD എന്താണ്, എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ് ആണ് കേട്ടോ. അവസാനത്തെ ആ ഒരു സ്റ്റേജിൽ എത്തുന്ന സാഹചര്യമാണ്. With the kidney failure, the dialysis is only able to do some of the work of healthy kidneys, but it is no cure for the kidney disease. എന്ന് പറഞ്ഞ എന്താണ്, ഈ ഒരു അവസ്ഥ എത്തുമ്പോൾ, എൻഡ് സ്റ്റേജിലോട്ട് എത്തുമ്പോൾ പിന്നെ നമുക്ക് എന്ത് തന്നെ ചെയ്യേണ്ടി വരും, പൂർണ്ണമായിട്ടും ഡയാലിസിസിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഡയാലിസിസ് കൊണ്ട് മാത്രമേ നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അന്നേരം എന്താണ്, ഒരു ഹെൽത്തി കിഡ്നി ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആര് ചെയ്യും, ഡയാലിസിസിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ എന്താണ്, ഇറ്റ് ഈസ് നോ ക്യൂർ ഫോർ ദ കിഡ്നി ഡിസീസ്. ഒരിക്കലും ഡയാലിസിസ് എന്ന് പറയുന്നത് കിഡ്നി ഫെയിലിയറിന്റെ ഒരു റീപ്ലേസ്മെന്റ് മാത്രമാണ്. ഒരിക്കലും എന്താണ്, കിഡ്നി ഡിസീസിന് അത് ക്യൂർ ചെയ്യുന്നില്ല. മനസ്സിലായി, കിഡ്നിയുടെ അസുഖത്തിന് അത് കുറയ്ക്കോ അല്ലെങ്കിൽ അതിനെ ക്യൂർ ആക്കോ അങ്ങനെയൊന്നും ഒരിക്കലും ഡയാലിസിസ് ചെയ്യുന്നില്ല. പിന്നെ എന്താണ്, കിഡ്നി ചെയ്യുന്ന പ്രവർത്തനത്തിന് ഒന്ന് റീപ്ലേസ് ചെയ്ത് വേറൊരു രീതിയിൽ ചെയ്യാന്ന് മാത്രമാണ് അവിടെ നടക്കുന്നത്. ഒരിക്കലും എന്താണ്, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഇല്ലാവരുത്, കിഡ്നിയുടെ അസുഖത്തിന് അത് കുറയ്ക്കുന്നു, ഡയാലിസിസ് കുറയ്ക്കുന്നു എന്ന് പറയുന്നതിൽ കറക്റ്റ് അല്ല. കാര്യം ഒരിക്കലും അതിന് കുറയ്ക്കുന്നില്ല. പിന്നെ എന്താണ്, കിഡ്നിയുടെ പ്രവർത്തനത്തിന് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് ആരിലൂടെ ചെയ്യുന്നു, ഡയാലിസിസ് മെഷീൻ വഴി ചെയ്യുന്നു മാത്രം. ഓക്കെ, ഒരു ഹെൽത്തി കിഡ്നി ചെയ്യുന്ന ഫംഗ്ഷൻ ആര് ചെയ്യുന്നു, ആ സ്ഥാനത്ത് ഡയാലിസിസ് മെഷീൻ ആണ് അവിടെ ചെയ്യുക. ഓക്കെ,
നോക്കുക, വിത്ത് ESKD the patient will require dialysis for the rest of your life or until he or she is able to get a kidney transplant. എൻഡ് സ്റ്റേജ് ആയല്ലേ, അപ്പൊ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറയുന്ന ഡയാലിസിസ് പിന്നീട് റെസ്റ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. എപ്പോ വരെ? കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് വരെ. കാരണം എൻഡ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ വേറൊരു ഓപ്ഷൻ ഇല്ല അവിടെ. കിഡ്നി മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അപ്പൊ കിഡ്നി മാറ്റി വെക്കുന്നത് വരെ നമ്മൾ എങ്ങനെ ചെയ്ത് നിലനിർത്തും? ഡയാലിസിസിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. മനസ്സിലായോ? രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങള്. അപ്പൊ ഒന്ന് അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്ന AKI ആണ്. അവിടെ റീസെന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫങ്ഷൻസ് ആണ്. അത് നമുക്ക് റിവേഴ്സിബിൾ ആണെന്ന് പറയാം. കാര്യം എന്താന്ന് വെച്ചാൽ അത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ ദിവസങ്ങൾക്കുള്ളിലോ നടക്കുന്നതുകൊണ്ട് തന്നെ അതിന്റെ കാരണം കണ്ടെത്തി ട്രീറ്റ്മെന്റ് ചെയ്താൽ നമുക്ക് അതിനെ റിക്കവർ ചെയ്ത് പോവാനായിട്ട് പറ്റും. അതേസമയം ക്രോണിക് അഥവാ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ അഥവാ ESKD അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണ്? ശാശ്വതമായിട്ട് നഷ്ടപ്പെടാണ്. അപ്പൊ എപ്പോഴാണ് കിഡ്നിയുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും തകരാറിലായെന്ന് നമ്മൾ പറയുന്നത്? അതിന്റെ ഫംഗ്ഷൻ ഒരു 10 to 15% ചുരുങ്ങുമ്പോഴാണ് നമ്മൾ കിഡ്നി പൂർണ്ണമായിട്ടും എന്തായിട്ട് പറയുന്നത്? ഫെയിലിയർ ആയിട്ട് പറയുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഡയാലിസിസ് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഡയാലിസിസ് ഒരിക്കലും എന്താണ്? കിഡ്നിയെ സുഖപ്പെടുത്തുന്നില്ല. പക്ഷെ എന്താണ്? ഒരു ഹെൽത്തി കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻസ് ആര് ചെയ്യുന്നു മാത്രം? ഡയാലിസിസ് മെഷീൻ വഴി ചെയ്യുന്നു മാത്രം. അപ്പൊ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നിടത്തോളം അതുവരെ നമുക്ക് ഡയാലിസിസിലൂടെ മുന്നോട്ട് പോകാനും സാധിക്കും. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് ഹൗ ഇറ്റ് വർക്ക്സ്. എങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്? എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ ഡയാലിസിസ് എങ്ങനെ ചെയ്യുന്നു എന്നല്ല പറയുന്നത്. ഒരു കിഡ്നിയുടെ ഫങ്ഷൻസ് നമ്മൾ മനസ്സിലാക്കുക. ആ ഒരു ഫങ്ഷൻസ് ഇതിലൂടെ ചെയ്യാണ്? ഡയാലിസിസിലൂടെ ചെയ്യാണ്. ഇപ്പൊ ഇവിടെ പറയുന്നത് മുഴുവൻ തന്നെ കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ? ക്ലാസ് ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരുപാട് പേർക്ക് അറിയാവുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് ചിലപ്പോ അവർക്ക് ബോറടി ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലെ? ബോറടിക്കുന്നുണ്ടോ? ഓക്കെ, ചെറുതായിട്ട്. ഓക്കെ കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് ബോറടിക്കുന്നുണ്ട്. അപ്പൊ നോക്കാം കേട്ടോ. ഹൗ ഇറ്റ് വർക്ക്സ്. ഡയാലിസിസ് ഡിസ്ചാർജസ് some of the duties that kidney normally does to keep your body in balance, such as നമ്മൾ പറഞ്ഞല്ലോ, സാധാരണയായിട്ട് കിഡ്നി നമ്മുടെ ശരീരത്തിലെ ഒരുപാട് ധർമ്മങ്ങളൊക്കെ ഓക്കെ അനീഷ, താങ്ക് യു. അപ്പൊ എന്താണ്? കുറച്ച് ധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. തുടക്കം പറഞ്ഞ ഫങ്ഷൻസ് ഇല്ലേ, അത് തന്നെയാണ്. വേറെ എക്സ്ട്രാ ഒന്നും അതിനകത്ത് പറയുന്നില്ല കേട്ടോ. നമുക്ക് വായിക്കാം. പ്രോപ്പർലി ഫങ്ഷനിങ് കിഡ്നീസ് പ്രിവെന്റ് ദ എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ് ആൻഡ് അതർ ഇംപ്യൂരിറ്റീസ് ഫ്രം ഫില്ലിംഗ് അപ്പ് ഇൻ ദ ബോഡി. അതായത് ശരിയായിട്ട് പ്രവർത്തിക്കുന്ന കിഡ്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള എക്സ്ട്രാ വാട്ടർ അല്ലെ, അധിക ദ്രാവകങ്ങള്, പിന്നെന്താ പറയുക, വേസ്റ്റുകള്, മറ്റ് ഇംപ്യൂരിറ്റീസുകളൊക്കെ നമ്മുടെ ശരീരത്തില് കുമിഞ്ഞുകൂടുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. ഫില്ലിംഗ് എന്ന് വെച്ചാൽ എന്താ? ഫില്ലിംഗ് അപ്പ് എന്ന് വെച്ചാൽ കുമിഞ്ഞുകൂടാ അല്ലെ. ഇങ്ങനെയുള്ള അധിക ദ്രാവകങ്ങൾ, വേസ്റ്റും ഇംപ്യൂരിറ്റീസുകളൊക്കെ നമ്മുടെ ശരീരത്തില് കുമിഞ്ഞുകൂടുന്നത് പ്രിവെന്റ് ചെയ്യുന്നു കിഡ്നി. കിഡ്നിയുടെ ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ പറഞ്ഞത്. രണ്ടാമത്തെ എന്താണ്? ദേ ആൾസോ ഹെൽപ്പ് ടു കൺട്രോൾ ബ്ലഡ് പ്രഷർ. എന്താണ്? ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നമ്മള് ഡിപ്പാർട്ട്മെന്റ്സ് പഠിച്ച സമയത്ത് നെഫ്രോളജി വിഭാഗം പറഞ്ഞിരുന്നു അല്ലെ. നെഫ്രോളജിക്കകത്ത് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് കിഡ്നിക്ക് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ബ്ലഡ് പ്രഷർ കൂടുന്ന് പറഞ്ഞു അല്ലെ. ഹൈപ്പർ ടെൻഷൻ വരും, ബ്ലഡ് പ്രഷർ കൂടും. കാര്യം ഈ പറയുന്ന ധാതു ലവണങ്ങളുടെയൊക്കെ ബാലൻസ് തെറ്റും. കാര്യം ബാലൻസ് ചെയ്യുന്നത് കിഡ്നി ആണല്ലോ. കിഡ്നി ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഈ പറയുന്ന ധാതു ലവണങ്ങളുടെ ബാലൻസ് ഒന്നും ആകെ തകരാറിലാവുകയും സ്വാഭാവികമായിട്ടും ബ്ലഡ് പ്രഷർ ഒക്കെ നമ്മുടെ കൂടും. അതാണ് ആ ഒരു കിഡ്നിയുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെന്താണ്? ആൻഡ് കൺട്രോൾ ദ ലെവൽസ് ഓഫ് കെമിക്കൽ എലമെന്റ്സ് ഇൻ ദ ബ്ലഡ്. ബ്ലഡിനകത്തുള്ള കെമിക്കൽ എലമെന്റ്സ് എന്ന് വെച്ചാൽ ധാതു ലവണങ്ങളുടെയൊക്കെ ആ ഒരു ബാലൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. These elements may be sodium and potassium. അപ്പൊ നമ്മൾ ഈ പറയുന്ന ധാതു ലവണങ്ങൾ ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, അങ്ങനെയുള്ള ലവണങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കറിയാലോ, സോഡിയത്തിന്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്തുണ്ടാവും? ഒരു ശരിക്കും പറഞ്ഞൊരു ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയൊക്കെ വരും. നമ്മൾ പറയാല്ലേ, സോഡിയം കുറഞ്ഞു പോയി എന്നൊക്കെ പറയാൻ കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ പൊട്ടാസ്യത്തിന്റെ അളവിലൊക്കെ വാരിയേഷൻ വന്നാല് നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. അതന്നെ ഓർമ്മക്കുറവ്, കിച്ചും പെയിൻ പറയാം, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരും ഈ ലവണങ്ങളൊക്കെ ഒന്ന് ബാലൻസ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ നിങ്ങൾ പക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും. അതെ, ഓർമ്മക്കുറവൊക്കെ സംഭവിക്കും. അപ്പോ അതാണ് കിഡ്നിയുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണ്?
മൂന്നാമത്തത് കിഡ്നീസ് ഈവൻ ആക്ടിവേറ്റ് എ ഫോം ഓഫ് വിറ്റാമിൻ ഡി ദാറ്റ് എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. നമ്മൾ പറയാത്തൊരു പോയിന്റ് ആണ് കേട്ടോ. അതായത് കിഡ്നി നമ്മുടെ വിറ്റാമിൻ ഡി ഉണ്ടല്ലോ, വിറ്റാമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. വിറ്റാമിൻ ഡി നമുക്ക് എങ്ങനെ കിട്ടുന്നത്? സൂര്യപ്രകാശത്തിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഭക്ഷണത്തിലൂടെ കിട്ടുന്നുണ്ട്, പ്രധാനമായിട്ടും സൂര്യപ്രകാശത്തിലൂടെ കിട്ടുന്ന ഒരു വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. അതിന്റെ ശരിക്കും സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് കാൽസിഫെറോൾ ആണ്. അതേ ഹാരോൾ കറക്റ്റ് ആണ് കേട്ടോ. സൺലൈറ്റിൽ കിട്ടുന്ന വിറ്റാമിൻ ആണ് കേട്ടോ വിറ്റാമിൻ ഡി എന്ന് പറയുന്നത്. അപ്പൊ അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? കിഡ്നി സഹായിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുന്നത്? ഇറ്റ് എൻഹാൻസസ് ദ അബ്സോർപ്ഷൻ ഓഫ് കാൽസ്യം. വിറ്റാമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അത് കാൽസ്യം അബ്സോർപ്ഷന് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. കാൽസ്യം നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മൂലകാണല്ലോ. കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ അത് കൂടുതൽ എന്ത് ചെയ്യും? ഫെസിലിറ്റേറ്റ് ചെയ്യും. അപ്പൊ വിറ്റാമിൻ ഡി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിറ്റാമിൻ ഡിയുടെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് കാൽസിഫെറോൾ എന്നാണ് കേട്ടോ. കാൽസിഫെറോൾ എന്നാണ് അതിന്റെ പേര്. കാരണം എന്ന് വെച്ചാൽ കാൽസ്യത്തിന്റെ അളവിനെ അബ്സോർബ് ചെയ്യാനായിട്ട്, കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് കേട്ടോ. അപ്പൊ വിറ്റാമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽസ്യത്തിന്റെ അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലത്ത് വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഒരുപാട് പ്രോബ്ലംസുകൾ ആൾക്കാർക്ക് വരുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോ എന്താ പറയാ, പണ്ടെന്നൊക്കെ പറയുമ്പോൾ വിറ്റാമിൻ ബി, സി, എ എന്നൊക്കെയാണ് പറയാറുള്ളൂ. പക്ഷെ ഇപ്പൊ കൂടുതൽ വിറ്റാമിൻ ഡിയുടെ പ്രശ്നങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് വരാറുണ്ട്. അത് തന്നെ മസിൽസിനൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഡോക്ടർമാരിപ്പോ ചെയ്യുമ്പോൾ വിറ്റാമിൻ ഡി ഒക്കെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനനുസരിച്ച് സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കൂ, ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവും. ശ്രീലക്ഷ്മി കറക്റ്റ് ആണ്. പിന്നെ നോക്കൂ, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലെ. അടുത്തത് എന്താണ്? ഇത് ഇത്രയും നമ്മൾ പറഞ്ഞത് കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് കേട്ടോ. വെൻ ദ കിഡ്നീസ് ആർ അൺഏബിൾ ടു പെർഫോം ദീസ് ഫങ്ഷൻസ് due to disease or injury, it is dialysis that can help the body run as normally as possible. ഇതെല്ലാം തന്നെ കിഡ്നി ചെയ്യുന്ന ഫങ്ഷൻസ് ആണ്. അത് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ കിഡ്നി ഏതെങ്കിലും കാരണവശാൽ പരാജയപ്പെട്ടാൽ പിന്നെ നമുക്ക് എന്തേ മാർഗമുള്ളൂ? ഡയാലിസിസ് ചെയ്യാം അല്ലെ. കഴിയുന്നത്ര വേഗത്തിൽ ഡയാലിസിസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു ബോഡിയെ നിലനിർത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, വിത്തൗട്ട് ഡയാലിസിസ് salts and other waste product will pile up in the blood, poison the body and damage other organs. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഡയാലിസിസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ ധാതു ലവണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനകത്ത് അടിഞ്ഞുകൂടുകയും അത് പോയിസൺ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് പോയിസൺ ആകുകയും സ്വാഭാവികമായിട്ടും മറ്റു പല ഓർഗൻസുകൾ അത് തകരാറിലാക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ അതുകൊണ്ടാണ് ഡയാലിസിസ് ചെയ്യേണ്ട സമയം അത് ചെയ്തിരിക്കണം. എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജീവൻ ഉണ്ടായിരിക്കില്ല കേട്ടോ. അക്കാര്യം ഈ പറയുന്ന വേസ്റ്റുകളൊക്കെ അടിഞ്ഞുകൂടി നമ്മുടെ ബോഡി കംപ്ലീറ്റ് പോയിസൺ ആവുകയും മറ്റു പല ഓർഗൻസുകൾ അത് താറുമാറാക്കുകയും ചെയ്യും. അതിലൂടെ നമുക്ക് ജീവൻ നഷ്ടപ്പെടും. ഓക്കെ, ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഓക്കെ, എന്താണ്? ടൈപ്സ് ഓഫ് ഡയാലിസിസ് കേട്ടോ. ഡയാലിസിന്റെ ടൈപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസിനുള്ള സാധ്യതയുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ടൈപ്സ് ഓഫ് ഡയാലിസിസ് പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ഡയാലിസിസുകളാണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് ഹീമോ ഡയാലിസിസ്, രണ്ടാമത്തത് പെരിറ്റോണിയൽ ഡയാലിസിസ്. പഠിച്ചു വെക്കുന്നു കേട്ടോ. പ്രധാനമായിട്ടും 2 ടൈപ്പ് ഡയാലിസിസ് ആണുള്ളത്. ഹീമോ ഡയാലിസിസും പെരിറ്റോണിയൽ ഡയാലിസിസും. അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പറയാം. ആദ്യം നമുക്ക് എന്ത് പറയാം? ഹീമോ ഡയാലിസിസ് എന്താണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ അത് ഹീമോ ഡയാലിസിസ് മനസ്സിലാക്കുന്നതിനേക്കാളും ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ തരാം, ഒന്ന് പറഞ്ഞു തരാം. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വായിച്ചെടുക്കാൻ എളുപ്പമാണ്. 2-3 പേജ് നമുക്ക് കവർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോ എന്താണ് ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാല്? ഹീം എന്ന് പറയുന്ന വാക്ക് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നിങ്ങൾക്ക് അറിയിക്കുന്നു പറഞ്ഞേ. ഹീം എന്ന് പറയുന്ന വാക്ക് വെരി ഗുഡ്. ശ്രീലക്ഷ്മി കറക്റ്റ് ആണ് കേട്ടോ. ഹാരോൺ എല്ലാവരും കറക്റ്റ് ആണ്. ബ്ലഡ്, അതെ. ഹെമറ്റോളജി നിഷിത, ദേവിക, വിരാമേഷ്, ഷിഫ്ന, അബ്ദുൽ സലാം, അശ്വിനി. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. ബ്ലഡ് ആണ്, അറിയാലോ. ഹീം എന്ന് പറയുന്ന വാക്ക് ഹെമറ്റോളജി, അതന്നെ ഹെമറ്റോളജി അല്ലെ. ഹീം എന്ന് പറയുന്ന വാക്ക് ബ്ലഡുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ എന്തായിരിക്കും ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഹെമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡ്, കറക്റ്റ് ആണ്. ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള ബ്ലഡിനെ
പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ, വെളിയിലോട്ട് കൊണ്ടുവരികയാണ്. വെളിയിലോട്ട് കൊണ്ടുവന്നിട്ട് ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ടാവും. ഓക്കെ, ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ടായിരിക്കും. അത് തന്നെ ത്രൂ ബ്ലഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഹീമോ ഡയാലിസിസ്. അപ്പൊ അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൽ നിന്നും ബ്ലഡിനെ വെളിയിലോട്ട് കൊണ്ടുവരാണ്, പുറത്തേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ടായിരിക്കും. ഈ ഡയാലിസിസ് മെഷീനകത്ത് എന്നിട്ട് ഒരു ഫിൽറ്റർ ഉണ്ട് കേട്ടോ, ഒരു അരിപ്പയുണ്ട്. അതിന് നമ്മൾ എന്താ പറയാന്നറിയോ? ഡയലൈസർ എന്നാണ് പറയുക. എന്താണ് പറയാ? ഡയലൈസർ. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡയാലിസിസ് മെഷീനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്, അതിന് നമ്മൾ ഡയലൈസർ എന്നാണ് പറയുക. ഡയലൈസർ എന്നും പറയാറുണ്ട്, ഹീമോ ഡയലൈസർ എന്ന് പറയാറുണ്ട്. ഹീമോ ഡയലൈസർ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അതിന് നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയും കേട്ടോ, ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയും. സാധാരണ നമ്മുടെ കിഡ്നിക്കകത്ത് ഒരു അരിപ്പയുണ്ട്, അതിനെയാണ് നമ്മൾ നെഫ്രോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് പഠിച്ചത് നെഫ്രോളജി എന്നാണ് അല്ലെ, ആ ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ പറയുന്നത്. കാര്യം എന്താണ്? നമ്മുടെ കിഡ്നിക്കകത്ത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു അരിപ്പയുണ്ട്, ഫിൽറ്റർ. അതിന് നമ്മൾ നെഫ്രോൺസ് എന്നാണ് പറയാ. ഇവിടെ കിഡ്നി ഫെയിലിയർ ആയതുകൊണ്ട് നമുക്ക് ഡയാലിസിസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ ഡയാലിസിസ് മെഷീനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്. കിഡ്നിയിൽ നെഫ്രോൺസ് ഉള്ളത് പോലെ ഡയാലിസിസ് മെഷീനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്, അതിന് നമ്മൾ ഡയലൈസർ എന്നാണ് പറയാ കേട്ടോ, ഡയലൈസർ എന്നാണ് പറയാ. അതിലൂടെ നമ്മൾ ബ്ലഡിനെ കടത്തിവിടണം. ഓക്കെ, ബ്ലഡിനെ കടത്തിവിടുമ്പോൾ ഈ ബ്ലഡിനകത്തുള്ള ഇമ്പ്യൂരിറ്റീസും വേസ്റ്റും എല്ലാം എന്ത് ചെയ്യപ്പെടാണ്? ഫിൽട്ടർ ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് ഈ ഫിൽട്ടർ ചെയ്ത് വരുന്ന ബ്ലഡ് നമ്മൾ ഈ പറയുന്ന ഡയാലിസിസ് മെഷീൻ വഴി തിരിച്ചിങ്ങോട്ട് കയറ്റിവിടാണ്, ശരീരത്തിനകത്തോട്ട് കയറ്റിവിടാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ളൊരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? ഹീമോ ഡയാലിസിസ്. കുറച്ച് പെയിൻഫുൾ ആണ് കേട്ടോ നമ്മൾ പറയുന്ന കാര്യം, പറയുന്ന പോലെ ഈസി അല്ല. അറിയാലോ, ബ്ലഡ് ശരീരത്തിനകത്തുനിന്ന് എടുത്ത് ഈ മെഷീൻസിലൂടെ കടത്തിവിട്ട് തിരിച്ച് ബ്ലഡ് നമ്മുടെ ബോഡിയിലേക്ക് കയറ്റി വിടുമ്പോൾ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. ഓക്കെ, അപ്പോ ഇതാണ് സംഭവം കേട്ടോ. ഹീമോ ഡയാലിസിസ് എന്ന് പറഞ്ഞാല് ബ്ലഡ് വെളിയിലോട്ട് കൊണ്ടുവന്ന് ഡയാലിസിസ് മെഷീനകത്തുള്ള ഫിൽറ്റർ, എന്റെ പേര് ഡയലൈസർ എന്നാണ് പറയുന്നത്, അതിലൂടെ ബ്ലഡ് കടത്തിവിടുകയും അങ്ങനെ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള ബ്ലഡിനെ തിരിച്ച് മെഷീൻ വഴി ഡയാലിസിസ് മെഷീനിലൂടെ നമ്മൾ ശരീരത്തിനകത്തേക്ക് തിരിച്ച് കയറ്റിവിടുന്നതുമായിട്ടുള്ള ആ ഒരു പ്രക്രിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ബ്ലഡിനെ വെളിയിലോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു അല്ലെ. വെളിയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ നമ്മളൊരു ഓപ്പണിംഗ് ഉണ്ടാക്കി വെക്കണം നമ്മുടെ ശരീരത്തിനകത്ത് അല്ലെ. അതിലൂടെ നമുക്ക് ഈ ബ്ലഡിനെ കൊണ്ടുവരാൻ പറ്റില്ല. വെറുതെ ഒരു സിറിഞ്ച് കൊണ്ട് കുത്തിയെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് ആ ബ്ലഡിനെ പുറത്തോട്ട് വരണമെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തൊരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്യണം. അതിനെ നമ്മൾ പറയാം, മെഡിക്കൽ ഇതിൽ പറയാം, വാസ്കുലാർ ആക്സസ് സൈറ്റ് എന്നാണ് പറയാം. എന്താണ് പറയാ? വാസ്കുലാർ ആക്സസ് സൈറ്റ്. ഓക്കെ, ആ ഒരു ഓപ്പണിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വാസ്കുലാർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുക. അപ്പൊ നമ്മൾ ഡിപ്പാർട്ട്മെന്റിനകത്ത് പഠിച്ചിട്ടുണ്ട്, വാസ്കുലാർ എന്ന് പറയുന്ന വേർഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബ്ലഡ് വെസലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മൾ കാർഡിയോ വാസ്കുലാർ എന്നൊക്കെ പറഞ്ഞില്ലേ. കാർഡിയോ റിലേറ്റഡ് ടു ഹാർട്ട് ആണ്, വാസ്കുലാർ റിലേറ്റഡ് ടു ബ്ലഡ് വെസൽ ആണ് എന്നൊക്കെ നമ്മൾ അന്നേരം അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ വാസ്കുലാർ ആക്സസ് സൈറ്റ് എന്ന് പറയുമ്പോൾ ഈ ബ്ലഡ് വെസലിനകത്താണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഒരു ആക്സസ് എന്ന് വെച്ചാൽ വഴിയാണ് അല്ലെ, ഒരു വേ ആണ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ വേ ആണ് അല്ലെ, വേ ടു ഗെറ്റ് ദ ഡിസൈഡ് എമൗണ്ട് ഓഫ് ദ ബ്ലഡ് ഫോർ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു ഡിസൈഡ് എമൗണ്ട് ഓഫ് ബ്ലഡ് കിട്ടുന്നതിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വഴിയാണിത്, ഒരു ഓപ്പണിംഗ് ആണ്. ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ വാസ്കുലാർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്തത്? അത് സർജറിയിലൂടെയാണ്, ഒരു മൈനർ സർജറി വഴിയായിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള വാസ്കുലാർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ ഒരു ആക്സസ് സൈറ്റ് ഉണ്ടാക്കിയിട്ട് അതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബ്ലഡിന് ഹീമോഡയാലിസിസിൽ ഈ ബ്ലഡിനെ നമ്മൾ ഇങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോ ഈ വാസ്കുലർ ആക്സസ് സൈറ്റ് തന്നെ പ്രധാനമായിട്ടും 3 ടൈപ്പാണ് ഉള്ളത്. ഓക്കെ, വാസ്കുലർ ആക്സസ് സൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അത് പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത് കേട്ടോ. ആ 3 തരം ഇതൊക്കെയാണ്. ഒന്ന് AV ഫിസ്റ്റുല, രണ്ടാമത്തെ എന്താണ്? AV ഫിസ്റ്റുല. രണ്ടാമത്തെ എന്താണ്? AV ഗ്രാഫ്റ്റ്. മൂന്നാമത്തത് AV കത്തീറ്റർ. അതാണ് AV എന്ന് പറയുന്നത്, കത്തീറ്റർ എന്ന് പറഞ്ഞാൽ അതിട്ടാ. ഓക്കെ, കത്തീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ 3 ടൈപ്പിലാണ് നമ്മൾ ഈ പറയുന്ന വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്.
മനസ്സിലായല്ലോ? വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ദ വേ ടു ഗെറ്റ് ദ ഡിസൈഡ് എമൗണ്ട് ഓഫ് ദ ബ്ലഡ് ഫോർ ഹീമോഡയാലിസിസ്. ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്ലഡ് പുറത്തേക്ക് എത്തിക്കുന്നതിന് നമ്മൾ കൊടുക്കുന്ന ഒരു വഴിയാണ്, ഒരു ഓപ്പണിംഗ് ആണ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും 3 തരത്തിലാണ് ചെയ്യാറുള്ളത്. ഒന്ന് AV ഫിസ്റ്റുല, ഓക്കെ, ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. രണ്ടാമത്തത് AV ഗ്രാഫ്റ്റ്, അതായത് ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്. മൂന്നാമത്തത് കത്തീറ്ററൈസ്, കത്തീറ്റർ എന്ന് പറഞ്ഞാൽ കേട്ടോ, AV കത്തീറ്റർ എന്ന് നമുക്ക് പറയാം. അങ്ങനെ 3 ടൈപ്പാണ് ഉള്ളത്. അപ്പൊ അതിനകത്ത് ജസ്റ്റ് പറഞ്ഞു തരാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വായിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ്. അപ്പോ ആദ്യം അതിലേക്ക് വരാം. അപ്പൊ നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കാം കേട്ടോ. നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ്, ഒന്ന് ശ്രദ്ധിക്കാം. ഹീമോഡയാലിസിസ് എന്താണ് ഷോർട്ട് ആക്കി ചെയ്ത HD എന്നാണ് കേട്ടോ. ഇനി ഇതിൽ കംപ്ലീറ്റ് ഷോർട്ട് ഫോംസുകളാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ARF പറഞ്ഞു, AKI പറഞ്ഞു, ESKD പറഞ്ഞു, ഇനി HD എന്നൊക്കെ ആവും പറയാം. HD എന്ന് പറയുമ്പോൾ എന്താണ്? ഹീമോഡയാലിസിസ് ആണ് കേട്ടോ. നോക്കിയേ, ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് ഹീമോഡയാലിസിസ്. ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഡയാലിസിസ് ആണ് കേട്ടോ ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഹീമോഡയാലിസിസ് എന്നുള്ളത് അടുത്ത സെന്റൻസിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തു വെക്കുക കേട്ടോ. ഹീമോഡയാലിസിസ് ഇസ് എ മെത്തേഡ് ഇൻ വിച്ച് എ ഡയാലിസിസ് മെഷീൻ ആൻഡ് എ സ്പെഷ്യൽ ഫിൽറ്റർ called an artificial kidney or a dialyzer is used. ഞാൻ പറഞ്ഞില്ല അതിനകത്ത് ഒരു ഫിൽറ്റർ ഉണ്ട്, അതിന് നമ്മൾ എന്താ പറയാ? ഡയലൈസർ എന്നാണ് പറയാ കേട്ടോ. അത് ഉപയോഗിക്കുന്നുണ്ട്. ദിസ് ആർട്ടിഫിഷ്യൽ കിഡ്നി അഥവാ ഹീമോഡയലൈസർ എലിമിനേറ്റ്സ് ദ വേസ്റ്റ് ആൻഡ് സർപ്ലസ് ഫ്ലൂയിഡ് ഫ്രം ദ ബ്ലഡ്. ഓക്കെ, ഈ പറയുന്ന വേസ്റ്റിന് എലിമിനേറ്റ് ചെയ്യുകയും ആൻഡ് സർപ്ലസ് ഫ്ലൂയിഡ് ഫ്രം ദ ബ്ലഡ്, സർപ്ലസ് മീൻസ് മിച്ചം വരുന്ന ആ ഫ്ലൂയിഡിനെയൊക്കെ എന്ത് ചെയ്യാണ്? ഫിൽറ്റർ ചെയ്യാണ്. This filtered blood is then sent back to the body with the help of a dialysis machine. അങ്ങനെ ഫിൽറ്റർ ചെയ്തിട്ടുള്ള ബ്ലഡിനെ ഡയാലിസിസ് മെഷീൻ വഴി തിരിച്ചെന്താണ്? ബോഡിയിലേക്ക് കയറ്റിവിടാണ് അല്ലെ. ബിഫോർ സ്റ്റാർട്ടിംഗ് ദ ഹീമോഡയാലിസിസ് മൈനർ സർജറി ഈസ് റിക്വയർഡ് ടു മേക്ക് എ വാസ്കുലർ ആക്സസ് സൈറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ പറയുന്ന ബ്ലഡിനെ വെളിയിലോട്ട് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? സർജറിയിലൂടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. എന്താണ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറഞ്ഞാൽ? ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ഓപ്പണിംഗ് ഇൻ ടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, രക്തക്കൊള്ളികളിൽ നമ്മൾ ഒരു ഓപ്പണിംഗ് ഇടുകയാണ്. ഓക്കെ, ഒരു ഓപ്പണിംഗ് ചെയ്യുന്നതിനെയാണ് വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്. നോർമലി ഇൻ ദ പേഷ്യൻസ് ആം, സാധാരണയായിട്ട് നമ്മൾ പേഷ്യൻസിന്റെ കൈയിൽ, ടാം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ കൈത്തണ്ടയുടെ ഭാഗത്താണ് പൊതുവെ ചെയ്യാറുള്ളത് കേട്ടോ. കൈത്തണ്ടയുടെ ഭാഗത്താണ് പൊതുവെ ചെയ്യാറുള്ളത്. ചിലപ്പോൾ നമ്മുടെ കൈയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, കൈത്തണ്ടയിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് ചെയ്യും കേട്ടോ. അതാണ് അവിടെ പറയുന്നത്. സോ നോർമലി ഇൻ ദ പേഷ്യൻസ് ആം. ഇനി ദിസ് ആക്സസ് സൈറ്റ് ഈസ് ഇമ്പോർട്ടന്റ് to have an easy way to get the blood from the body through the dialyzer and back into the body. ഇതിനാണ് വാസ്കുലർ ആക്സസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് അത്യാവശ്യം നല്ല ഫ്ലോ റേറ്റിൽ ബ്ലഡിന് പുറത്തേക്ക് കൊണ്ടുവന്ന് മെഷീനിലൂടെ നടത്തിവിട്ട് പ്യൂരിഫൈ ചെയ്ത് തിരിച്ചെന്ത് ചെയ്യാൻ പറ്റും? അതിലൂടെ തന്നെ നമുക്ക് ശരീരത്തിനകത്തേക്ക് കയറ്റി വിടാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് the different types of access of for hemodialysis are as follows. നമ്മൾ പറഞ്ഞു വാസ്കുലർ ആക്സസ് സൈറ്റ് തന്നെ പ്രധാനമായിട്ടും 3 തരത്തിലാണുള്ളത്. ഒന്ന് AV ഫിസ്റ്റുല, 2 AV ഗ്രാഫ്റ്റ്, മൂന്നാമത്തത് കത്തീറ്റർ. അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് വരാം. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാണ് കേട്ടോ. പറഞ്ഞു വെച്ചിട്ട് ബാക്കി നമുക്ക് വായിക്കലൊക്കെ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. പക്ഷെ ഈ കണ്ടന്റ് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ആദ്യത്തെ നമ്മൾ പറയുന്നത് AV ഫിസ്റ്റുലയാണ് കേട്ടോ. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. AV എന്ന് പറഞ്ഞാൽ എന്താണ്? ആർട്ടറി ആണ് കേട്ടോ. ആർട്ടറി, ധമനി എന്ന് പറയും, ധമനി. V എന്താണ്? വെയിൻ ആണ്, സിരയാണ് കേട്ടോ. അപ്പൊ അതിനൊന്ന് കണക്ട് ചെയ്തിട്ടാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫിസ്റ്റുല എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഫിസ്റ്റുല എന്ന് പറയുന്നത് വേറെ ഫിസ്റ്റുല ഉണ്ട് കേട്ടോ. അതല്ല ഇവിടുത്തെ ഫിസ്റ്റുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ഉള്ളു പൊള്ളയായിട്ടുള്ള 2 പൈപ്പുകളെ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഉള്ളു പൊള്ള, അതിനാണ് ഇവിടെ ഫിസ്റ്റുല എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ ശരിക്കും വേർഡ് മീനിങ് അതാണ്. അതായത് നമ്മൾ ഉള്ളു പൊള്ളയായിട്ടുള്ള 2 ട്യൂബുകളെ നമ്മൾ പരസ്പരം കണക്ട് ചെയ്യാണ്, അറ്റാച്ച് ചെയ്യാണ്. അപ്പൊ എന്നിട്ടോ കുറേ കൂടി ഒരു ഉൾവിസ്താരം വർദ്ധിക്കും അല്ലെ. സാധാരണ ഇൻഡിവിജ്വൽ ആയിട്ട് ഉണ്ടാവുന്നതിനേക്കാൾ എന്താണ് ഇത് കൂട്ടിച്ചേർക്കുമ്പോൾ കുറച്ചും കൂടെ അതിന്റെ ഉൾവിസ്താരം വർദ്ധിക്കും. ആ ഒരു ഇതിനെയാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാം? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്തായിരിക്കും? നമ്മുടെ ധമനി എന്ന് പറയുന്ന ബ്ലഡ് വെസലിനെയും
സിര എന്ന് പറയുന്ന ബ്ലഡ് വെസലിനെയും പരസ്പരം എന്ത് ചെയ്യാണ്, അറ്റാച്ച് ചെയ്യാണ് അല്ലെ. അറ്റാച്ച് ചെയ്യാൻ രണ്ടും എന്താണ്, ബ്ലഡ് വെസൽ, രണ്ടിന്റെ ഉള്ളിൽ പൊള്ളയാണ് അല്ലെ. അങ്ങനെ രണ്ട് ബ്ലഡ് വെസലിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ട് ഒരു ഫിസ്റ്റുല അവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ കുറെ കൂടി ഉൾവിസ്ഥാനമുള്ള ഒരു വലിയൊരു ബ്ലഡ് വെസൽ ആയിട്ട് അത് മാറുകയാണ്. അവിടെ ഒരു AV ഫിസ്റ്റുല നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്തുണ്ടായി, അങ്ങനെ ഒരു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലഡിന്റെ ശരീരത്തിൽ നിന്ന് ആ ഫിസ്റ്റുലക്ക് ഉള്ളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന വാസ്കുലർ ആക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് സർജറിയിലൂടെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മുടെ കൈത്തണ്ടയിലോ അല്ലെങ്കിൽ കൈയുടെ ഭാഗത്തോ ചിലപ്പോൾ അവിടെ ഹെൽത്തി വെയിനുകളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ലെഗിൽ വരെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ആ ഒരു സർജറി ചെയ്യാനായിട്ട് ഓടിപ്പോയാൽ ചെയ്യല്ല, അതിന് വേണ്ടിയിട്ട് കുറെ പ്രവർത്തനങ്ങൾ മുന്നേ ചെയ്യണം. അതായത് സ്കാനിങ് ഒക്കെ ചെയ്ത് ഈ അൾട്രാസൗണ്ട് മറ്റ് സ്കാനിങ്ങിലൂടെയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള വെയിനെയൊക്കെ കണ്ടുപിടിക്കണം. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വെയിൻ ഏതാണ്, ആർട്ടറി ഏതാണെന്നൊക്കെ ആദ്യം കണ്ടുപിടിച്ച് അത് ഉറപ്പാക്കിയിട്ട് വേണം ഈ സർജറി ചെയ്യാനായിട്ട്. അത് മാത്രമല്ല, ഈ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഡയാലിസിസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാര്യം എന്താണ്, പിന്നീട് അതിലൂടെയാണ് കംപ്ലീറ്റ് നമ്മൾ ഡയാലിസിസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതൊരു സർജറി ആണല്ലോ. ഈ സർജറി കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തെ റെസ്റ്റും കുറച്ച് നാൾ കാലയളവ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നെ നമുക്ക് അതിലൂടെ ഡയാലിസിസ് തുടങ്ങാൻ തന്നെ പറ്റുള്ളൂ. ഓടിപ്പോയി നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് രണ്ട് വെസലുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് സർജറിയിലൂടെ കൂട്ടി യോജിപ്പിച്ച് അത് നമ്മുടെ ശരീരമായിട്ട് ഒത്തുപോയി ശരീരമായിട്ട് അത് എന്തായി മാറണം, ടൈപ്പ് ചെയ്ത് മാറണം അല്ലെ. അതിന് കുറച്ച് കാലയളവ് പിടിക്കും കേട്ടോ. അതിനുശേഷം മാത്രമേ നമുക്ക് അതിലൂടെ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ശരിക്കും സർജിക്കൽ കണക്ഷൻ ആണ്, സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ദ ആർട്ടറി ആൻഡ് വെയിൻ. അതിനെയാണ് നമ്മൾ AV ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇത് ഞാൻ വായിക്കൂട്ടോ, പിന്നീട് വായിക്കാൻ നമുക്ക്, നിങ്ങൾ കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞതാണ് AV ഗ്രാഫ്റ്റ്. ഓക്കെ, AV ഗ്രാഫ്റ്റ്. ഈ ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഡിപ്പാർട്ട്മെന്റിനകത്ത് പഠിച്ചിട്ടുണ്ട്. കാർഡിയോളജി പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ബൈപ്പാസ് സർജറി പറഞ്ഞപ്പോ ഗ്രാഫ്റ്റിംഗ് അല്ലെ, മറ്റേ എന്തായിരുന്നു ക്യാപ്ച് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ. അതായത് ക്യാപ്ച് എന്ന് പറയുമ്പോൾ ഗ്രാഫ്റ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്, ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്. അപ്പൊ ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, അവിടെ എന്താണ്, ആർട്ടറിയും വെയിനും തമ്മിൽ കണക്ട് ചെയ്തത് ത്രൂ എ ഗ്രാഫ്റ്റ്. ഓക്കെ, ഒരു ഗ്രാഫ്റ്റിലൂടെയാണ്, ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് വഴിയായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതാണ് വ്യത്യാസം. ഫിസ്റ്റുലക്കകത്ത് ഒരു കണക്ഷൻ ഒന്നും വരില്ല, നേരിട്ട് വെയിനും മറ്റേ ആർട്ടറിയും പരസ്പരം നേരിട്ട് തന്നെ സർജിക്കൽ കണക്ഷൻ ആണ് അവിടെ കൊടുക്കുന്നത്. ഇതിനകത്ത് AV ഫിസ്റ്റുലക്കകത്ത്. AV ഗ്രാഫ്റ്റിലോട്ട് വരുമ്പോൾ എന്താണ്, ഈ പറയുന്ന ആർട്ടറിനെയും വെയിനെയും നമ്മളൊരു ഗ്രാഫ്റ്റ് മുഖേന, ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് മുഖേനയാണ് എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത്. ചിത്രം നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. ഇവിടെ കണ്ട, ഇവിടെ ഇവിടുത്തെ വെയിനാണ്, ഇത് ആർട്ടറിയാണ്. ഇതിന് തമ്മിൽ നേരിട്ട് എന്താണ്, ഒരു സർജിക്കൽ കണക്ഷനിലൂടെ നമ്മൾ ഇവിടെ ഒരു ഫിസ്റ്റുല ക്രിയേറ്റ് ആണ്. അതാണ് AV ഫിസ്റ്റുല. അതേസമയം ഗ്രാഫ്റ്റിലോട്ട് വരുമ്പോ എങ്ങനെയാണ്, ഈ വെയിനെയും ഈ ആർട്ടറിയെ നമ്മൾ എങ്ങനെ ഘടിപ്പിക്കുന്നത് കണ്ടോ, ത്രൂ എ ഗ്രാഫ്റ്റ്. ഡയറക്റ്റ് കണക്ഷൻ അല്ല, ഡയറക്റ്റ് കണക്ഷൻ തന്നെ, പക്ഷെ എങ്ങനെയാ കൊടുക്കുന്നത്, ത്രൂ എ ഗ്രാഫ്റ്റ് അല്ലെ. ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് വഴിയായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ നോക്കിയാലും കണക്ഷൻ വരുന്നുണ്ട് അല്ലെ, പരസ്പരം കണക്ഷൻ വരുന്നുണ്ട്. അതാണ് AV ഗ്രാഫ്റ്റിന്റെ പ്രത്യേകത. മൂന്നാമത് നമ്മൾക്ക് പറയാനുള്ളത് വാസ്കുലർ ആക്സസ് കത്തീറ്റർ ആണ്. കത്തീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, കത്തീറ്റർ ഒരു സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് തന്നെയാണ് കേട്ടോ, ഒരു സ്മോൾ ഫ്ലെക്സിബിൾ ട്യൂബ് തന്നെയാണ് കത്തീറ്റർ എന്ന് പറയുന്നത്. അത് പക്ഷെ എവിടെ ഘടിപ്പിക്കാന്ന് അറിയാമോ, കയ്യിലൊന്നുമല്ല. നമുക്ക് പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോ നമ്മുടെ ഈ കഴുത്തിന്റെ ഭാഗം ഉണ്ടല്ലോ, ഈ പ്രധാനമായിട്ട് വലത് ഭാഗത്താണ് കേട്ടോ അത് ചെയ്യാം. വലത് ഭാഗത്ത് നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് കത്തീറ്റർ അതിനകത്ത് കൂടെ ഘടിപ്പിക്കും. പക്ഷെ അതെങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ചെയ്യാം, പെട്ടെന്ന് ഡയാലിസിസ് ചെയ്യേണ്ടി വരുമ്പോ. ഞാൻ പറഞ്ഞു AV ഫിസ്റ്റുല ആയാലും AV ഗ്രാഫ്റ്റ് ആയി കഴിഞ്ഞാലും എന്താണ്, സർജറി കഴിഞ്ഞ് കുറച്ച് നാള് എടുക്കും. കുറച്ച് കാലതാമസത്തിന് ശേഷം മാത്രമേ നമുക്ക് അതിലൂടെ ഡയാലിസിസ് തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം ഇത് തന്നെ ഒരു സർജറിയാണ്. സർജറി ചെയ്ത് ആ ബോഡി ഒന്ന് സെറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡയാലിസിസ് തുടങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ചിലപ്പോൾ വല്ല രോഗികൾ വന്നിട്ട് ഇമ്മീഡിയറ്റ് ഡയാലിസിസ് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ സർജറി ചെയ്ത് അത് ഉണങ്ങാനുള്ള ഒരു സമയമൊന്നും നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യാം, പെട്ടെന്ന് തന്നെ കത്തീറ്റർ ചെയ്യാം. മൂന്നാമത്തെ ഇതാണ് ചെയ്യാം, വാസ്കുലർ ആക്സസ് കത്തീറ്റർ. പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ചെയ്യണം, വേറെ നിവൃത്തിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന AV ഫിസ്റ്റുല ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സർജറി ചെയ്യാനോ ഉണങ്ങാനുള്ള സമയമൊന്നും കിട്ടില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ അവർ എന്ത് ചെയ്യും, നമ്മുടെ കഴുത്തിന്റെ ഭാഗത്ത് ഒരു ഓപ്പണിംഗ് ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ കത്തീറ്റർ കടത്തിവിടും. എന്നിട്ട് അങ്ങനെ നമ്മൾ ഡയാലിസിസ് ചെയ്യും.
പക്ഷെ അതെന്തല്ല, പെർമനന്റ് അല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വളരെ സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡിന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്നറിയോ, നമ്മൾ കത്തീറ്റർ ഘടിപ്പിക്കുന്ന അതേ സമയത്ത് തന്നെ എന്ത് ചെയ്തിരിക്കണം, ഈ പറഞ്ഞ AV ഫിസ്റ്റുലയോ ഗ്രാഫ്റ്റോ ചെയ്യാനുള്ള പ്രൊസീജിയർ ഒക്കെ അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ കത്തീറ്റർ ഇതിലൂടെ ഘടിപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല. കാര്യം ഒരുപാട് ഇൻഫെക്ഷൻസും കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ ഏറ്റവും സാഹചര്യമുള്ളൊരു കേസാണത്. അപ്പൊ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇമീഡിയറ്റ് ആയിട്ട് പിന്നീട് എന്താണ് ഫിസ്റ്റുലയും ഗ്രാഫ്റ്റും ഒക്കെ ചെയ്യാനുള്ള പ്രൊസീജിയർ അപ്പൊ തന്നെ തുടങ്ങി വെക്കുകയും വേണം. അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ, പക്ഷെ ഇമീഡിയറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ കത്തീറ്ററിലൂടെയാണ് ചെയ്യുക. ഇതാണ് പ്രധാനമായിട്ടും 3 ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, അതുപോലെ തന്നെ എന്താണ് AV കത്തീറ്റർ. ക്ലിയർ ആയോ? നമ്മുടെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇനി വായിക്കൂട്ടെ. ഇത് ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്ത് പറയാണ്. നമ്മുടെ ഡയാലിസിസ് എന്താണെന്നാണ് ഇത് കണ്ടത്. ഇതൊക്കെ തകരാറിലാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ അധിക ദ്രാവകങ്ങളും മാലിന്യങ്ങളും പുറന്തള്ളുന്ന ഒരു പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്. പിന്നെ അത് ഒന്നാമത്തെ പോയിന്റ് കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ഡയാലിസിസ് വളരെ ഇഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 1940-ലാണ്. ഓക്കെ, 40-ലാണ്, 20-ലല്ല, 40-ലാണ് ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ മൂന്നാമത് പഠിച്ച പോയിന്റ് എന്തായിരുന്നു, ഒരു ഡയാലിസിസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് 3 ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണുള്ളത്. ഏതൊക്കെയാണ് 3 ഫാക്ടർ? ബോഡി സൈസ്, എമൗണ്ട് ഓഫ് ദ വേസ്റ്റ് ഇൻ ബോഡി, ദെൻ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ ഹെൽത്ത്. അങ്ങനെ 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലെങ്ത് ഓഫ് ഡയാലിസിസ് ഇരിക്കുന്നത് കേട്ടോ. ആ 3 ഫാക്ടേഴ്സുകൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ നമ്മൾ കണ്ടത് 2 വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ ഡയാലിസിസ് പ്രയോജനപ്പെടുത്തുക. 2 വ്യത്യസ്ത സാഹചര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് അക്യൂട്ട് റീനൽ ഫെയിലിയർ അഥവാ ARF എന്ന് പറയും. അത് തന്നെയാണ് ഇത് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി അഥവാ AKI എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് സംഭവം? ദ പേഷ്യൻസ് ഹു ഹാവ് റീസെന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ, അടുത്തിടെ കിഡ്നി ഫംഗ്ഷൻസ് തകരാറിലാവാം. ആ കേസിനെയാണ് നമ്മൾ AKI അഥവാ ARF എന്നൊക്കെ പറയുന്നത്. രണ്ടാമത്തെ കേസ് എന്താണ്? ദ പേഷ്യൻസ് ഹു ഹാവ് പെർമനന്റ്ലി ലോസ്റ്റ് ദ കിഡ്നി ഫംഗ്ഷൻ. അതിന് നമ്മൾ എന്താണ് പറയാ? ക്രോണിക് കിഡ്നി ഫെയിലിയർ അഥവാ ESKD എന്നാണ് പറയാ. ESKD എന്താണ്? എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസ്. പിന്നെ നമ്മൾ മനസ്സിലാക്കിയത് എപ്പോഴാണ് ഒരു കിഡ്നി പൂർണ്ണമായിട്ടും തകരാറിലായി എന്ന് നമ്മൾ പറയുന്നത് എപ്പോഴാണ്? ആ ഒരു കിഡ്നിയുടെ പ്രവർത്തനം, നോർമൽ പ്രവർത്തനം 10 to 15% ചുരുങ്ങുമ്പോഴാണ് നമ്മൾ കിഡ്നി പൂർണ്ണമായിട്ടും തകരാറിലായി എന്ന് പറയുന്നത്. ഇനി നമ്മൾ കിഡ്നിയുടെ കുറച്ച് ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഒന്ന് ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നു, ധാതു ലവണങ്ങൾ കൺട്രോൾ ചെയ്യുന്നു, പിന്നെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്നു, പിന്നെ വിറ്റാമിൻ ഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു, ഇതിലൂടെ കാൽസ്യം അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ 3 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ഹീമോ ഡയാലിസിസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ബ്ലഡിന് ശരീരത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന് ഡയാലിസിസിലെ ഡയലൈസർ എന്ന ഫിൽറ്ററിലൂടെ കടത്തി വിട്ടിട്ട് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. അതിനായിട്ട് നമ്മൾ ഒരു വാസ്കുലർ ആക്സസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് 3 വ്യത്യസ്ത രീതികളിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് AV ഫിസ്റ്റുല, ഒന്ന് AV ഗ്രാഫ്റ്റ്, ഒന്ന് കത്തീറ്റർ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ചോദിച്ചോ കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. മിസ്സേ, അതായത് നമ്മ ഫിസ്റ്റുല ചെയ്യുമ്പോഴും അതേപോലെ മറ്റേത് ചെയ്യുമ്പോഴും രണ്ടും കൂടെ മിക്സ് ആവൂലേ നമ്മുടെ ബ്ലഡ്? ഇല്ല മോളെ, മിക്സ് ആവില്ല കേട്ടോ. മിക്സ് ആവാത്ത രീതിയിലാണ് അത് ചെയ്യുക. അതായത് അത് ശരിക്കും മിക്സ് ആവോന്ന് വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ചെറിയ രീതിയിൽ മിക്സ് ആവും കേട്ടോ. അത് ഡയാലിസിസ് ടെക്നീഷ്യൻസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു അറിവാണ്. ചെറിയ രീതിയിൽ മിക്സ് ആവും. ഇതിനകത്ത് ഭയങ്കരമായിട്ട് മിക്സ് ആവില്ല. കാരണം 2 നീഡിലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു നീഡിലൂടെ ബ്ലഡിനെ പുറത്തേക്ക് എടുക്കും, മറ്റൊരു നീഡിലൂടെ അകത്തേക്ക് വിടും. അങ്ങനെയുള്ള ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് മെഡിക്കൽ സൈഡാണ്. അത് നമ്മൾ അതിലേക്ക് ഇറങ്ങി നമുക്കറിയില്ല അതിനെ കുറിച്ച്. ചെയ്യുന്ന ആൾക്കാർക്കേ അറിയുള്ളൂ. പക്ഷെ അങ്ങനെ മിക്സ് ഒരിക്കലും മിക്സ് ആവും എന്ന് പറയുന്നത് ചെറിയ രീതിയിലാവുള്ളൂ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ. പക്ഷെ വലിയ തോതിലാവില്ല അത്. കാര്യം 2 വ്യത്യസ്ത നീഡിൽ അതിന് വേണ്ടി ഉപയോഗിക്കും. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു നീഡിലൂടെ ബ്ലഡ് പുറത്തേക്ക് ഇടുകയും മറ്റൊരു നീഡിലൂടെയാണ് ഇത് ബ്ലഡ് കടത്തിവിടുകയും ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് അറിയാനായിട്ട് കഴിയുന്നത്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടാവും? ഓക്കെ ആണല്ലോ?
അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. ശരി എന്നാ, ഓക്കെ, താങ്ക് യു. Thank you, Miss. Thank you, Miss. Thank you.